സോ നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡലിംഗിന്റെ 3 സ്റ്റേജ് ആണ്. സോ ഈ ടോപ്പിക്കിന്റെ പേരാണ് ക്രിയേഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് പ്രോപ്പർട്ടീസ് ഓൾ. അതായത് നമുക്ക് പഠിച്ചു കഴിഞ്ഞത് ഓൾറെഡി യൂസർ ഇന്റർഫേസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വ്യൂ പോർട്ടിനെ എങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാം, ഒരു മോഡൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വ്യൂ പോർട്ടിൽ മേജറായിട്ട് നമ്മൾ സൂം ചെയ്യുന്നത്, പാൻ ചെയ്യുന്നത്, ഓർബിറ്റ് ചെയ്യുന്നത്, മാക്സിമൈസ് ചെയ്യുന്നത്, സൂം എക്സ്റ്റൻസ് തുടങ്ങിയുള്ള 5 മേജർ നാവിഗേഷൻ കൺട്രോൾസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വിപ്പോർട്ട്സിൽ നമുക്ക് മോഡലിംഗ് ചെയ്യാം. അത് കഴിഞ്ഞു ഓൾറെഡി. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് ക്രിയേഷൻ. നമുക്കൊരു പുതിയ ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. മോഡിഫിക്കേഷൻ, അതിന്റെ വാല്യൂസിൽ എങ്ങനെ ചേഞ്ച് വരുത്താൻ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ ട്രാൻസ്ഫർമേഷൻ, എങ്ങനെ നീക്കുകയും കറക്കുകയും സ്കെയിൽ ചെയ്യുകയും ചെയ്യാം എന്നുള്ള ടോപ്പിക്കാണ് അടുത്തത്. നമുക്ക് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ക്രിയേറ്റ് മെനുവിലായിരുന്നു വരച്ചിരുന്നത്. അതായത് സ്റ്റാൻഡേർഡ് പ്രോപ്പർട്ടീസ്, എക്സ്റ്റൻഡ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ 2 കാറ്റഗറി ഒബ്ജക്ട്സ് ആണ്. ആദ്യം വരുന്നതാണ് സ്റ്റാൻഡേർഡ് പ്രോപ്പർട്ടീസ്. ഏകദേശം നമുക്ക് ഇതിനകത്ത് 11 ഒബ്ജക്ട്സ് നമുക്ക് വരയ്ക്കാനുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നമുക്ക് ഇതിനകത്ത് 11ാമത്തെ ഈ വരുന്ന ടോപ്പിക്കാണ് ടെക്സ്റ്റ് പ്ലസ്. അതൊരു പുതിയ ടോപ്പിക്കാണ്, ഇതിനകത്ത് കയറി വരുന്നില്ല. നമ്മുടെ സിലബസിലാകെ ബോക്സ് തൊട്ട് പ്ലെയിൻ വരെ വരയ്ക്കാനുള്ള ഒബ്ജക്റ്റേ നമുക്ക് പഠിക്കാനുള്ളൂ. പിന്നെ നമ്മൾ പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞു ആദ്യത്തെ സമയത്തൊക്കെ ക്രിയേറ്റ് ഇവിടെ നിന്നാണ് വരച്ചിരുന്നത്. എന്നാൽ നമുക്ക് ഇവിടെ നിൽക്കുന്ന ഈ 10 ഒബ്ജക്ട്സും നമുക്ക് ഇവിടെയും നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇതിനെ വിളിക്കുന്ന പേരാണ് കമാൻഡ് പാനൽ. ഇത് നമുക്ക് മെനു ബാർ എന്ന് പറയും. മെനുവിൽ ക്രിയേറ്റിൽ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ബോക്സ് തൊട്ട് പ്ലെയിൻ വരെയുള്ള എല്ലാ ഒബ്ജക്റ്റും നമുക്ക് വരച്ചു നോക്കുക. ഇതാണ് ക്രിയേഷൻ മെത്തേഡിൽ നമുക്ക് ആദ്യം വരുന്നത്. നമുക്കറിയാം നമുക്ക് ഇവിടുന്ന് വരയ്ക്കുന്ന അതേ ഒബ്ജക്റ്റ് ഇവിടുന്ന് വരാറുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് വരയ്ക്കണം നിർബന്ധമില്ല. സോ വി കൻ ക്രിയേറ്റ് ഫ്രം ഹിയർ ടു. കമാൻഡ് പാനൽ ആദ്യം വരുന്നതാണ് നമുക്കൊന്ന് വരുന്നതാണ് ക്രിയേറ്റ്, ജോമെട്രി, സ്റ്റാൻഡേർഡ് പ്രോപ്പർട്ടീസ്. അതിൽ ഒബ്ജക്ട് ടൈപ്പിൽ ആദ്യം വരുന്നു ബോക്സ്. ഇതിന്റെ പേരാണ് പാനൽസ്. ഒബ്ജക്ട് കാറ്റഗറി OC. സബ് കാറ്റഗറിയിൽ ആദ്യം വരുന്നതാണ് സ്റ്റാൻഡേർഡ് പ്രോപ്പർട്ടീസ്. ഒബ്ജക്ട് ടൈപ്പ് റോൾ ഔട്ടിൽ ആദ്യത്തെ ബോക്സ് ആണ്. നമുക്കറിയാം എപ്പോഴും ഒബ്ജക്റ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം ടോപ്പ് വ്യൂലാണ് നമുക്ക് വരയ്ക്കുന്നത്. കാരണം 3D ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അതിന്റെ ബേസ് എപ്പോഴും ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാരണം പ്ലാൻ ആണ് ആദ്യം വരയ്ക്കുക ഓട്ടോക്കാഡിൽ. അതുപോലെ തന്നെ ടോപ്പ് വ്യൂ നിന്നാണ് ഒബ്ജക്റ്റ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. നമുക്ക് വരയ്ക്കാൻ അറിയാൻ പറ്റും ഇവിടെ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓൾറെഡി 0 ആണ് കിടക്കുന്നത്. ഞാനിവിടെ ടോപ്പിൽ വന്നിട്ട് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കാണാൻ പറ്റും. നമുക്ക് ലെങ്ത് ആൻഡ് വിഡ്ത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് റൈറ്റ് സൈഡിൽ പാരാമീറ്റേഴ്സ് കോളത്തിൽ. ഇതിന് ഏകദേശം നമുക്ക് എന്തോരം വേണം നമുക്ക് അറിയില്ല. നമുക്ക് ഇങ്ങനെ കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണേൽ നമുക്ക് ചെയ്യാം. മൗസിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലെങ്ത്തും വിഡ്ത്തും ഫിക്സ് ആയി വരുന്നത് കാണാം. ഇതിനുശേഷം മൗസിനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് മുകളിലോട്ട് പൊക്കുകയോ താഴത്തോട്ട് ഡ്രാഗ് ചെയ്യുകയോ ചെയ്യാം. താഴത്തോട്ട് പോകുന്നത് മൈനസ് ആയിട്ടും മുകളിലോട്ട് പോകുന്നത് പ്ലസ് ആയിട്ടും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് സിവിലിൽ സംടൈംസ് നമുക്ക് മൈനസ് വാല്യൂസ് ഉപയോഗിക്കും. എക്സാമ്പിൾ ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ താഴത്തോട്ട് വരുന്ന അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്, ഇതെല്ലാം മൈനസ് വാല്യൂലാണ് വരുന്നത്. അതുപോലെ നമുക്ക് പ്ലസ് വാല്യൂ ആയിരിക്കും മേജർ ആയിട്ട് നമുക്ക് സിവിൽ വരയ്ക്കാൻ വരാം. സോ പ്ലസ് വാല്യൂ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. സോ ഞാൻ പ്ലസ് ക്ലിക്ക് ചെയ്തു. അതോടെ ബോക്സിന്റെ ക്രിയേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി. നമുക്ക് കാണാൻ പറ്റും ഇതിനെ ലൈൻ ആയിട്ട് കാണുന്നു. ഇതിനകത്ത് നമുക്ക് സോളിഡ് ആയിട്ട് പെർസ്പെക്റ്റീവിൽ കാണുന്നു. കാരണം ഇത് 3D വ്യൂ, മറ്റേത് 3 2D വ്യൂ ആണ്. അതിന്റെ ആക്സസ് ഞാൻ പറഞ്ഞു എക്സ് ആൻഡ് വൈ, എക്സ് ആൻഡ് ഇസെഡ് ആൻഡ് വൈ ആൻഡ് ഇസെഡ്. ഇതിനകത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും മോഡിഫിക്കേഷൻ പാനൽ. നമ്മൾ വരച്ചതിന് ശേഷം നമുക്ക് വാല്യൂസ് മാറ്റാൻ ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് സാധിക്കും. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ ആയിട്ടുള്ള ഒന്ന് എക്സാമ്പിൾ സെലക്ട് ഒബ്ജക്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിന്റെ കളക്ഷൻ പോവുകയും പിന്നെ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് നമുക്ക് മോഡിഫൈ പാനൽ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ടൂൾ ബോക്സ് കാണാൻ സാധിക്കും. ഈ മോഡിഫൈ പാനലിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുന്നതിന് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ മോഡിഫൈയിൽ കീബോർഡിൽ ഷോർട്ട് കട്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. അതിന് ഷോർട്ട് കട്ട് നമ്പർ 1 ആണ്. നമ്മുടെ കീപാഡ്സിൽ നമ്മുടെ വാല്യൂസ് അടിക്കുന്ന നമ്പർ കീപാഡ് വെച്ചിട്ടുള്ള കീപാഡ് പ്രസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ആൽഫബറ്റ്സ് QWER എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ വരുന്ന 1 ആണ് നമ്മൾ അടിക്കേണ്ടത്. ഈ താഴത്തുള്ള 1 അടിച്ചാൽ നമുക്ക് കിട്ടത്തില്ല. ഇത് വാല്യൂസ് എൻ്റർ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. മേജറായിട്ട് അതിന്റെ കാൽക്കുലേഷൻസിന് ഉപയോഗിക്കുക, ടാലി തുടങ്ങിയുള്ള സോഫ്റ്റ്വെയർസിൽ. ബട്ട് അതൊന്നും നമുക്ക് മാക്സിൽ ഒരു ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് മാക്സിൽ നമ്പേഴ്സ് കീപാഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മേജറായിട്ട് ഷോർട്ട് കട്ട്സ് വരുന്ന എല്ലാം നമ്മുടെ ആൽഫബറ്റ്സിന് മുകളിൽ വരുന്ന നമ്പേഴ്സ് അല്ലെ, നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന് മുകളിൽ വരുന്ന നമ്പേഴ്സ് മാത്രമേ ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് ഇന്നത്തെ വർക്ക്. സോ മോഡിഫൈ പാനൽ ഷോർട്ട് കട്ട് നമ്പർ 1 ആണ്. ഇവിടെ കാണാൻ പറ്റും ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്. നമുക്ക് ഇവിടെ നേരത്തെ കൊടുത്ത വാല്യൂസ് തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ വാല്യൂസ് എൻ്റർ ചെയ്ത് മാറ്റാം. ഫോർ എക്സാമ്പിൾ 50, 50, 50 ഞാൻ ഡൗൺ ആരോ അടിച്ച് നമുക്ക് ഓരോന്നിനും വാല്യൂ കൊടുത്തു. ഏകദേശം ഇപ്പോൾ ഒരു ക്യൂബായി മാറിക്കഴിഞ്ഞു. കാരണം എല്ലാ അളവും കൃത്യമായിട്ട് വരുന്നതിന് നമ്മൾ ക്യൂബ് എന്ന് പറയുന്നത്. ലൈക്ക് ദാറ്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബോക്സ് വരയ്ക്കുമ്പോൾ ഇവിടെ ക്രിയേഷൻ മെത്തേഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എല്ലാ അളവും വ്യത്യാസപ്പെടുത്തി വരുത്തുന്നതിന് നമ്മനെ ബോക്സ് എന്ന് പറയുന്നു. അതുപോലെ ക്യൂബ് എടുത്താണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിന്റെ എല്ലാ അളവും സിമിലർ ആയിട്ടായിരിക്കും വരിക. സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബോക്സ് ആൻഡ് ക്യൂബ്. കണ്ടോ, എല്ലാ അളവും സിമിലർ ആണ് കാണുന്നത്. ബോക്സിൽ അങ്ങനെയല്ല, എല്ലാം വ്യത്യസ്ത വാല്യൂസ് ആയിരിക്കും വരിക. ഇതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു എക്സ്ട്രാ ടോപ്പിക് ആണ് സ്ക്വയർ ബേസ് ബോക്സ് എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം കീബോർഡിൽ കൺട്രോൾ ബട്ടൺ ഹോൾഡ് ചെയ്യുക, പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലെങ്ത് ആൻഡ് വിഡ്ത്ത് സിമിലർ ആയിട്ട് വരുന്നത് കാണാം. അതിനുശേഷം നമുക്ക് മൗസ് റിലീസ് ചെയ്യുകയും കീബോർഡ് റിലീസ് ചെയ്യുകയും ചെയ്യുക. ദെൻ ഇൻക്രീസ് ദ ഹൈറ്റ്. സോ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിന്റെ ലെങ്ത് ആൻഡ് വിഡ്ത്ത് നമുക്ക് മോഡിഫൈ പാനലിൽ ചെന്നാലും കാണാൻ പറ്റും. ലെങ്ത് ആൻഡ് വിഡ്ത്ത് സെയിം വാല്യൂ, ഹൈറ്റ് ഡിഫറെന്റ് ആയി വരുന്നത് കാണാം. ഇതിനെയാണ് സ്ക്വയർ ബേസ് ബോക്സ് എന്ന് പറയാം.
ഒന്നാമത്തെയാണ് ബോക്സ്, എല്ലാ വാല്യൂസും ഡിഫറൻ്റ് ആയിരിക്കും. രണ്ടാമത് വരുന്നത് ക്യൂബ്, എല്ലാ വാല്യൂം സെയിം ആയിരിക്കും. ലെങ്ത് ആൻഡ് വിഡ്ത്ത് സെയിം ആവുകയും ഹൈറ്റ് ഡിഫറൻസ് ചെയ്യുന്നതിനെ സ്ക്വയർ ബേസ് ബോക്സ് എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ കൺട്രോൾ ഹോൾഡ് ചെയ്താണ് വരയ്ക്കുന്നത്. സോ സിമിലർലി നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ ആണെങ്കിലും കൺട്രോൾ ഹോൾഡ് ചെയ്ത് വരച്ചാൽ ലെങ്ത്തും വിഡ്ത്തും സിമിലർ ആയി വരുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ മാനുവൽ ആയിട്ട് വരയ്ക്കുന്നതിന് നമുക്ക് ലെങ്ത്തും വിഡ്ത്തും ഡിഫറൻ്റ് ആയിട്ട് വരയ്ക്കുക. അത് കൺട്രോൾ സഡൻലി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അത് സ്ക്വയർ ബേസ് ആയി മാറുകയും ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ? ശരി. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്ന കേസ്, നമുക്ക് ഇതുപോലെ എല്ലാ ഒബ്ജക്റ്റ് വരയ്ക്കുകയും അതിന്റെ മോഡിഫിക്കേഷൻ വാല്യൂ ചേഞ്ച് ചെയ്യുകയും ചെയ്യണം. ഒന്നാമത്തെ ഒബ്ജക്റ്റ് വരച്ചു, ബേസ്, ഹൈറ്റ്, ബോക്സ് ആയി. രണ്ടാമത്താണ് കോൺ എന്ന് പറയുന്നത്. ഞാൻ ബേസ് ആയിട്ട് നമ്മൾ ടോപ്പ് വ്യൂല് വരച്ചു. ഇതിന് കോണിന് റേഡിയസ് 1 ആണ് വന്നത്, വിടുക, പിന്നെ ഹൈറ്റ് കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ സിലിണ്ടർ ആയുള്ളൂ, പുറത്തോട്ടോ അകത്തോട്ടോ കൊടുക്കുക. ഇപ്പോഴാണ് കോണായി മാറിയത്. സ്പിയർ എന്ന് പറയുന്നത് രണ്ടും ടോപ്പ് വ്യൂല് ഞാൻ സ്പിയർ വരച്ചു, ജിയോ സ്പിയറും വരച്ചു. ആക്ച്വലി ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ 3D ഒരേപോലെ ഇരിക്കും. ബട്ട് സൈഡ് വ്യൂല് ഒന്ന് കാണാൻ പറ്റും, അതിന്റെ ക്രിയേഷൻ മെത്തേഡ് വ്യത്യാസമുണ്ട്. ഞാൻ സെലക്ട് ഒബ്ജക്റ്റ് എടുത്തു. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും, ഇതിന്റെ പേര് സ്പിയർ ഇവിടെ എഴുതി വരുന്നുണ്ട്. ഇതിന്റെ പേര് എഴുതിയിട്ടുണ്ട് ജിയോ സ്പിയർ. ഇത് നെയിം ആൻഡ് കളറിൽ നമുക്ക് അതിന്റെ പേര് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് നമ്മൾ സൂം ചെയ്ത് നോക്കി കാണാൻ പറ്റും, ഇതിനകത്ത് റെക്ടാംഗിൾ ആണ് ഫിൽ ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് ട്രയാംഗിൾ ആണ് ഫിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനെ ട്രിയാംഗുലേഷൻ എന്നും ഇതിനെ കോട്രിയാംഗുലേഷൻ എന്ന് പറയുന്നു. ഇത് ട്രയാംഗിൾ മെത്തേഡ്, ഇത് കോട്രിയാംഗിൾ മെത്തേഡ് അഥവാ റെക്ടാംഗിൾ മെത്തേഡ് എന്ന് അറിയപ്പെടുന്നു. 3D കാണുമ്പോൾ ഒരേപോലെ ഇരിക്കും, പക്ഷേ അതിന്റെ മോഡിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും. ഓക്കെ. അടുത്ത വരുന്നതാണ് സിലിണ്ടർ. നമുക്ക് എന്ത് ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. നമുക്ക് ടോപ്പിൽ അതിനോട് വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് ബേസ് കൊടുത്തു, ഹൈറ്റ് കൊടുത്തു. ഇതാണ് സിലിണ്ടർ എന്ന് പറയാം. ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റേഡിയസ് ഉണ്ടാവും. ഒരെണ്ണം കൊടുക്കുക, അതിനുശേഷം അകത്തോട്ടും പുറത്തോട്ടും നമുക്ക് റേഡിയസ് കൊടുത്തതിന് ശേഷം ഹൈറ്റ് കൊടുത്താൽ അത് ട്യൂബായി മാറും. അത് ഓപ്പണിംഗ് ഉള്ളതായതുകൊണ്ടാണ് അതിനെ ട്യൂബ് എന്ന് വിളിക്കുക. ടോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏകദേശം കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉഴുന്നട പോലെ ഇരിപ്പുണ്ടാവും, അല്ലെങ്കിൽ ടയർ തുടങ്ങിയുള്ള മേക്കിങ്ങിന് നമുക്കിത് ടോറസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പേര് കേൾക്കുമ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യും, ബട്ട് മോഡൽ അത് ഇങ്ങനെ ഇരിക്കില്ല. പിരമിഡ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഈജിപ്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈജിപ്തിൽ പിരമിഡ് എന്ന് പറയുന്നത് അതേ കൺസെപ്റ്റിലുള്ള ഒരു പിരമിഡ് ഡയമെൻഷൻ ഉള്ള ഒരു ജോമെട്രിക്കൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് പിരമിഡ് വരുന്നത്. ടീപോട്ട് നമുക്ക് മാത്സിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമുക്ക് ടീപോട്ട് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ മോഡിഫിക്കേഷൻ ഈസി, അവിടെ കാണാൻ പറ്റും, റേഡിയസ് കൂട്ടാം, സെഗ്മെന്റ്സ്, സ്മൂത്ത്നെസ് ഓഫ് ചെയ്യാം, കണ്ടോ. അതുപോലെ തന്നെ സെഗ്മെന്റ്സ് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഷേപ്പ് നഷ്ടപ്പെടും. സെഗ്മെന്റ്സ് പറഞ്ഞാൽ ആക്ച്വലി നമുക്കൊരു ഒരു ഒബ്ജക്റ്റിനെ അതിന്റെ ഒബ്ജക്റ്റിന്റെ ഷേപ്പിൽ നിലനിർത്താൻ സഹായിക്കുന്നതിനാണ് സെഗ്മെന്റ്സ് എന്ന് പറയാം. കണ്ടോ, ഇവിടെ നമുക്ക് സെഗ്മെന്റ്സ് ലൈൻസ് ഇവിടെ ക്രിയേറ്റ് ആവുന്നതാണ് അല്ലെ. ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് 4ാമത്തെ ചാപ്റ്ററിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ടോപ്പിക്കാണ് സെഗ്മെന്റ്സ്. കാരണം നമുക്ക് 4ാമത്തെ ചാപ്റ്ററിലാണ് നമുക്ക് വളയ്ക്കാനും തിരിക്കാനൊക്കെ ഉപയോഗിക്കുക. ബെൻഡ്, ടേപ്പർ, ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല ടോപ്പിക് വരുന്നുണ്ട്. അതിന് നമുക്ക് സെഗ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് മുമ്പ് നമുക്ക് അതിന്റെ ഷെയ്ഡിങ് സ്റ്റൈലൊക്കെ പഠിക്കും, അപ്പം കുറച്ചും ക്ലാരിറ്റി കിട്ടും. ഇതിന്റെ വേറെ ഗുണമാണ് നമുക്ക് അതിന്റെ ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് മോഡിഫൈ പാനലിലാണ് ശരിക്കും ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഓരോ ഒബ്ജക്റ്റ് എടുത്ത് നമുക്ക് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, സ്പിയർ, റേഡിയസ്, അതുപോലെ ഓരോന്നും നമുക്ക് വാല്യൂസ് നമുക്ക് മാറ്റി ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള ക്രിയേഷനും മോഡിഫിക്കേഷനും നമുക്ക് വരുന്നത്. ലെങ്ത്, വിഡ്ത്ത്, അതുപോലെ നമുക്ക് ബോക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും. ബോക്സ്, ലെങ്ത് സെഗ്മെന്റ്സ്, വിഡ്ത്ത് സെഗ്മെന്റ്സ്, ഹൈറ്റ് സെഗ്മെന്റ്സ്. കണ്ടോ, നമുക്ക് ഇവിടെ കാണത്തില്ല, ഇതിനകത്തായിരിക്കും നമുക്ക് കാണുക. സെഗ്മെന്റ്സ് നമുക്ക് ഈ റെക്ടാംഗിൾ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അതിന് വലിയ പ്രശ്നമില്ല. പക്ഷെ ഒരു സെഗ്മെന്റ്സ് നമുക്കൊരു സിലിണ്ടർ ഒബ്ജക്റ്റിൽ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സൈഡ് ഓഫ് ചെയ്ത് നോക്കി, കണ്ടോ. സോ ഒരു ബോക്സിൽ നമുക്ക് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് ആണെങ്കിൽ സിലിണ്ടറിൽ അതിനകത്ത് വരുന്നത് ഒന്ന് നമുക്കറിയാൻ പറ്റും ഹൈറ്റ് സെഗ്മെന്റ്സ്. നമുക്ക് മുകളിലോട്ട് പോകുന്ന ഹൈറ്റ് സെഗ്മെന്റ്സ് നമുക്ക് കൂടെ കൂടുന്നത് കാണാൻ പറ്റും. പിന്നെ ക്യാപ് സെഗ്മെന്റ്സ്, മുകളിലും താഴെയും വരുന്നതിനാണ് ക്യാപ് എന്ന് പറയാം. പിന്നെ സൈഡ്സ്, ഇങ്ങനെയായിരിക്കും നമുക്ക് സിലിണ്ടറിൽ വരാം. സോ സൈഡ്, ക്യാപ്പ്, പിന്നെ ഹൈറ്റ്, അതാണ് സിലിണ്ടർ വരാം. ബോക്സിലാണെങ്കിൽ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, ഓരോന്നും ഷേപ്പിനനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ദാറ്റ്സ് കോൾഡ് സെഗ്മെന്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് സെഗ്മെന്റ്സ് ഇവിടെ അല്ല കൂടുതൽ ആവശ്യം വരിക, 4ാമത്തെ ചാപ്റ്ററിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ലാസ്റ്റ് വരുന്നതാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. സമതലം എന്ന് പറയും, ഒരു ഗ്രൗണ്ട്, ഫ്ലോർ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ 10 ഒബ്ജക്ട്സ് നമുക്ക് വരച്ച് പഠിക്കാം. റീസെറ്റ് ചെയ്യുവാണ്, ഐ ഡോണ്ട് വാണ്ട് ടു സേവ് ദാറ്റ്, ഡോണ്ട് സേവ്, യെസ്. ഇതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് സ്റ്റാൻഡേർഡിന്റെ താഴെ എക്സ്റ്റെൻഡഡ്. ഹെഡർ തൊട്ട് ഹോസ് വരെ 12 ഒബ്ജക്ട്സ് നമുക്കുണ്ട്. മൊത്തം 13 ഉണ്ട്. പ്രിസം വേണമെന്നില്ല, വേണമെന്നെങ്കിൽ വരച്ച് നോക്കാവുന്നതാണ്, നോട്ട് എ പ്രോബ്ലം. ഹെഡ്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും. ടോറസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. ഷാംഫർ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോക്സ് പോലെ ഇരിക്കും, പക്ഷെ അതിന്റെ എഡ്ജ് ഒരു ഇച്ചിരി കൂടി സ്മൂത്ത് ആയിട്ട് വരുന്നു. പിന്നെ ഷാംഫർ സിലിണ്ടർ നമുക്ക് ഇങ്ങനെ വരുന്നതാണ്. ഷാംഫർ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഡ്ജ് സ്മൂത്ത് ആയിരിക്കും. നമ്മുടെ സിലിണ്ടറിന്റെ ചാംഫർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫില്ലറ്റ് ചെയ്ത ഒരു ഫീലാണ്. ഇവിടെ മോഡിഫൈ എടുത്ത ഇവിടെ ഫില്ലറ്റും ഉണ്ട്. ഇതാണ് ഫില്ലറ്റ് കണ്ട് ഇപ്പൊ സിലിണ്ടറായി, ഇപ്പൊ ഫില്ലറ്റ് ഉണ്ട്, ഇങ്ങനെ മാറി. സെഗ്മെന്റ്സ്, ഫില്ലറ്റ് സെഗ്മെന്റ്സ് കൊടുത്തത് റൗണ്ടായി മാറി, റൗണ്ടായിട്ട് കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് ഫില്ലറ്റ് സെഗ്മെന്റ്. അതുപോലെ തന്നെ ഇതിനകത്തും അതെ, ഫില്ലറ്റ് ഓഫ് ചെയ്താൽ നമുക്ക് ബോക്സ് ആയി മാറി. സോ നമ്മുടെ സാധാരണ ക്രിയേറ്റില് സ്റ്റാൻഡേർഡിൽ വരയ്ക്കുന്ന ബോക്സ് തന്നെയാണ് ഇത്. പക്ഷെ ഇതിനകത്ത് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഉള്ളൂ. ഇതിനകത്ത് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് കൂടാതെ ഒരു ഫില്ലറ്റ് എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ ഫീച്ചറോട് വരുന്നുണ്ട്. അതിന്റെ ഇൻ ബിറ്റ്വീൻ ഇവിടെ ലൈൻസ് വരുന്നതിനാണ് ഫില്ലറ്റ് സെഗ്മെന്റ്സ് പറയാം. ആക്ച്വലി ഇവിടെ കാണാൻ പറ്റത്തില്ല. ഞാൻ നോക്കുകയാണെങ്കിൽ ഈ ഷെയ്ഡിങ് സ്റ്റൈൽ ഞാൻ ഇതിന്റെ ഡീഫോൾട്ട് ഷെയ്ഡിങ് മാറ്റി
എഡ്ജ്ഡ് ഫേസ് ആക്കി നമുക്ക് സെഗ്മെന്റ്സ് ലൈൻസ് കാണാം കേട്ടോ. സെഗ്മെന്റ്സ് വരുന്നു, ഫില്ലറ്റ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നു. സോ സെഗ്മെന്റ്സ് നമുക്ക് ലെങ്ത് വിഡ്ത്ത് കൂട്ടുകയും നമ്മുടെ ഇവിടെ കാണാൻ പറ്റും. അത് ഷെയ്ഡിങ് സ്റ്റൈലാണ്, എത്തിയിട്ടില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. ലൈക്ക് ദാറ്റ് നമുക്ക് 3D വ്യൂവിൽ ഏത് ഒബ്ജക്ട്സ് വേണേൽ വരയ്ക്കാനും സാധിക്കും കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതെല്ലാം എടുത്ത് ഡിലീറ്റ് തുടങ്ങി. ഞാനിപ്പോൾ ഫുൾ സ്ക്രീൻ 4 വ്യൂ ഇട്ടതിന് ശേഷം ടീപോട്ട് എടുത്ത് ഞാൻ ടോപ്പ് വ്യൂവിൽ വരച്ചു. ടോപ്പ് വ്യൂവിൽ വരച്ചു. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് നമുക്ക് 3Dയിൽ കിട്ടി. പക്ഷെ ഇത് ഫ്രണ്ട് വ്യൂവിലാണ് വരയ്ക്കുന്നതെങ്കിൽ അത് ശരിക്കും ഈ ഡയറക്ഷനിൽ നിന്നാണ് ഫ്രണ്ട് വരാം അല്ലെ, അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. നമുക്ക് വരച്ച് നോക്കാൻ ഇങ്ങനെ വരുന്നത്. സോ ഈ ഡയറക്ഷനിൽ ഫ്രണ്ടിലോട്ട് നമ്മുടെ നേരെ ഇപ്പൊ ഒരു പേര് നമുക്ക് ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവിടെ വരാം. സൈഡ് വ്യൂവിൽ വരച്ച ലെഫ്റ്റ്, അതായത് ഈ ഒബ്ജക്റ്റിന്റെ ലെഫ്റ്റ് സൈഡ് ഈ ആംഗിൾ ആയിരിക്കും. സോ ഇവിടെ നിന്നായിരിക്കും. 3Dയിൽ വരച്ചാലും ടോപ്പിൽ വരച്ചാലും ഏകദേശം റിസംബ്ലൻസ് ആയിരിക്കും. പക്ഷെ തുടക്കത്തിൽ നമ്മൾ 3Dയിൽ വരയ്ക്കരുത്. ഒരു ക്ലാരിറ്റി കിട്ടുന്ന വരെ ടോപ്പ് വ്യൂ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. 3Dയിൽ വരച്ചാലും തെറ്റില്ല, നല്ലതാണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇതിനകത്തൊരു ശരിക്കും ഓട്ടോകാഡ് പോലെ തന്നെ ഒരു ഇൻഫിനിറ്റി ക്യാൻവാസ് ആണ് ഈ മാക്സിന്റെ വരുന്നത്. അത് ഈ കാണാൻ പറ്റും, ഈ ലൈൻസോട് കൂടെ കടന്നു വരുന്നതിനാണ് പറയുന്നത് ഗ്രിഡ് എന്ന് പറയും. നമ്മൾ ജി അടിച്ചാൽ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും. അതുപോലെ ഈ ഒരു പോയിന്റിനാണ് ഒറിജിൻ പോയിന്റ് എന്ന് പറയുന്നത്, 0. നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ സെന്റർ പോയിന്റിൽ അറേഞ്ച് ചെയ്യുന്നത് ഇതാണ്. പക്ഷേ ഗ്രിഡ് ഇല്ലാതെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ക്യാൻവാസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, വരയ്ക്കാനും അതിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. സോ ഗ്രിഡ് ഉള്ളതുകൊണ്ട് നമുക്ക് 3Dയിൽ ഉപയോഗിക്കാം. സോ ശരിക്കും പറഞ്ഞാൽ ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് ടോപ്പിൽ വരച്ചതിന് ശേഷം ഇതിനകത്തോട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. സോ അത് മനസ്സിലാക്കാം. വേറൊരു കേസ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാൻഡേർഡിലും എക്സ്റ്റൻഡ് വരുന്ന എല്ലാ ഒബ്ജക്റ്റും ഇതുപോലെ നമ്മൾ വരച്ചു നോക്കണം. അപ്പൊ ഞാനകത്ത് ചാംഫർ സിലിണ്ടർ വരെയാണ് ഞാൻ വരച്ചത്. ഇപ്പൊ ചാംഫർ ബോക്സ് ഉണ്ട്, ഡ്രാഗ് ചെയ്യാം. ചാംഫർ സിലിണ്ടർ ഉണ്ട്, ഡ്രാഗ് ചെയ്യാം. ഓയിൽ ടാങ്ക് ഉണ്ട്, ഓക്കെ, ഡ്രാഗ് ചെയ്യാം. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോ ഇതിന് തന്നെ പല ഭാഗങ്ങളാണ്. സ്പിൻഡിൽ അതൊരു വേറൊരു സാധനമാണ്. എക്സ്റ്റൻഷൻ അതൊരു റൂം പോലെ നമുക്കൊരു പാർട്ടീഷൻ കൊടുക്കാൻ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ആക്ച്വലി ഇത് വാൾ പോലെയൊക്കെ ഇരിക്കുമെങ്കിൽ ഞാൻ വാളിന് വേണ്ടി ഉപയോഗിക്കാറില്ല. പക്ഷേ ടെമ്പററി പർപ്പസിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതിന്റെ ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് ഒക്കെ മാറ്റാൻ ഓപ്ഷൻ ഉണ്ട്. സ്പ്രിംഗ് വേവ് എന്ന് പറഞ്ഞൊരു പൂക്കളം പോലെ ഇരിക്കും. അത് ഓൾറെഡി അനിമേഷനും കൂടി ഉള്ളതാണ്. പ്ലേ ചെയ്ത് നമുക്കത് അനിമേറ്റഡ് ആയിട്ട് കാണാം. അതിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സൈക്ലിക് ഗ്രോ ആൻഡ് സ്റ്റേ എന്നൊക്കെ പറഞ്ഞ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. മാറുന്നതനുസരിച്ച് ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടേയിരിക്കും. നോ ഗ്രോത്ത് കൊടുത്ത് അവിടെ തന്നെ കടന്ന് കറങ്ങുന്നതും കാണാൻ പറ്റും. സോ അതിനകത്ത് തന്നെ കുറെ സെറ്റിംഗ്സ് ഉണ്ട്. എഡ്ജ് വളയ്ക്കുക, തിരിക്കുക, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, ഹൈറ്റ്, സൈഡ്സ്, പോയിന്റ്സ്, റേഡിയൽ സീക്വൻസ് എന്നൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട്. മേജർ സർക്കിൾ, മൈനർ സർക്കിൾ, ഔട്ടർ സർക്കിൾ നമ്മളുണ്ട്. സൈക്കിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രൗളിംഗ് ടൈം, അഡീഷണൽ ടൈമിംഗ്, വിഡ്ത്ത്, പാനൽസ് മാറുന്നതനുസരിച്ച് അതിന്റെ ഡിസൈൻ ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് അതിനകത്ത് വരുന്നതാണ് ഹോസ് എന്ന് പറയുന്നത്. സോ ഇത്ര ഒബ്ജക്ട്സ് എല്ലാം വരച്ചു നോക്കുക, മോഡിഫൈ ചെക്ക് ചെയ്യുക. ഇതാണ് നമുക്ക് ഇതിനകത്ത് അഡീഷണൽ എക്സ്റ്റൻഡ് പ്രിമിറ്റീവ്സും സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സും നമുക്ക് വരയ്ക്കാനുള്ളത്. സോ ഇതാണ് നമുക്ക് വരച്ചു നോക്കാനുള്ള. എല്ലാ ഒബ്ജക്റ്റും വരച്ചു നോക്കണം, എല്ലാത്തിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ടോറസ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് കുറെ ചേഞ്ച് ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കി, സ്മൂത്ത് ഓഫ് ചെയ്യാം, നൺ ഓഫ് ചെയ്യാം, സെഗ്മെന്റ് ഓഫ് ചെയ്യാം. അതിന് ഓളിൽ തന്നെ നമുക്ക് സൈഡ്സ് കുറയ്ക്കാം, കൂട്ടാം, സെഗ്മെന്റ്സ് കൂട്ടാം, കുറയ്ക്കാം. പിന്നെ അത് മോഡിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നമുക്കിപ്പോൾ എക്സാമ്പിൾ 2 ഒബ്ജക്റ്റ് വരച്ചെങ്കിൽ ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്താൽ മാത്രമേ മോഡിഫിക്കേഷൻ സാധ്യമുള്ളൂ. പുറത്ത് ക്ലിക്ക് ചെയ്താൽ അതിന്റെ സെലക്ഷൻ പോയി. 2 എടുത്തു, 2 ഒരുമിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഒബ്ജക്റ്റിന് മാത്രമേ ഓരോന്നായിട്ട് മാത്രമേ എഡിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളൂ. ഓക്കെ ആണോ? ഇനി മോഡിഫൈ പാനലിന്റെ ഷോർട്ട് കട്ട് 1 ആണ്. പിന്നെ അതിനകത്ത് ഓരോന്ന് ചേഞ്ചസ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ സ്ലൈസ് കൊടുത്തു, അപ്പൊ നമുക്ക് കാണാം സ്ലൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്. അതുപോലെ സ്പിയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സ്പിയറിലും കുറെ സാധനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ റേഡിയസ്, സെഗ്മെന്റ്സ് കുറച്ച് അതിന്റെ ഷേപ്പ് പോയി, സ്മൂത്ത്നെസ് ഓഫ് ചെയ്തു, ഇത് ഓഫ് ചെയ്ത് കണ്ടോ ഇങ്ങനെ ആയിരിക്കും വരാം. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നതിനാണ് ഹെമിസ്ഫിയർ എന്ന് പറയാം. അത് 2 കാര്യങ്ങളുണ്ട്, ചോപ്പും ഉണ്ട്, സ്ക്വാഷും ഉണ്ട്. ആക്ച്വലി കുറച്ചും ക്ലാരിറ്റി ഇടണമെങ്കിൽ ഇത് 0 ആക്കാം. ഇതിനകത്ത് നമുക്ക് ചോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സെഗ്മെന്റ്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യില്ല. ഡിഫോൾട്ട് 32 ആണ്. ഓക്കെ. ഹെമിസ്ഫിയർ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 0 തൊട്ട് 1 വരെയാണ് വാല്യൂ വരുന്നത്. 0.5 എന്ന് പറഞ്ഞാൽ ഏകദേശം ഹാഫ് പോർഷൻ കിട്ടും. ചോപ്പ് ചെയ്തപ്പോൾ കണ്ട സെഗ്മെന്റ്സ് ഒന്നും സംഭവിക്കാതെ റിമൂവ് ചെയ്യും, മാർക്ക് എടുത്താണ്. സ്ക്വാഷ് കൊടുക്കുകയാണെങ്കിൽ സെഗ്മെന്റ്സിനോട് കൂടി അത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു, ആ ഷേപ്പ് അവിടെ നിലനിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ സ്ക്വാഷും ചോപ്പും തമ്മിൽ വ്യത്യാസം. പക്ഷേ റിസൾട്ട് ഏകദേശം സെയിം ആണ്. 0 തൊട്ട് 1 വരെയാണ് മാക്സിമം നമുക്ക് അത് വരുന്നത്. 1 കൊടുത്താൽ ഫുൾ കട്ടാവും, 0.5 കൊടുത്താൽ ഹാഫ് പോർഷൻ കിട്ടും, 0 കൊടുത്താൽ ഫുൾ കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടലി സ്ലൈസ് ചെയ്യുന്നതിനാണ് ഇവിടെ കാണാൻ പറ്റും. സ്ലൈസ് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കട്ടിംഗ് പോർഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് കാണാൻ പറ്റും. കണ്ട ഇവിടെ കട്ടിംഗ് വന്നിട്ടുണ്ട്. ഞാൻ അത് സ്ലൈസ് ചെയ്യുമ്പോൾ ഫ്രം ദ ബിഗിനിങ് ദേറോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രമും കൊടുക്കാം, ടൂവും കൊടുക്കാം, ഇങ്ങോട്ടും അങ്ങോട്ടും ഉണ്ട്. പറഞ്ഞ് 0 ആക്കി മാറ്റാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ കണ്ട ഡ്രാഗ് ചെയ്ത് പോവാം. അതിനകത്ത് നമുക്ക് വാല്യൂ കൊടുത്ത് നമുക്ക് എത്ര വേണം ചെയ്യാം. ഫോർ എക്സാമ്പിൾ 90 ഡിഗ്രി, ഓക്കെ, 180, ഇപ്പോൾ ഹാഫ് സർക്കിളായി 180. ഓക്കെ. ഇതിനകത്ത് വേറെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഹെമിസ്ഫിയർ ഇതിന്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ 0.5 ഇത് ഉപയോഗിക്കാം. വേറൊരു കേസ് നമുക്ക് ഇത്രയും എഡിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ സ്പിയർ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പിൽ തന്നെ ആയിരിക്കും നമുക്ക് അതിന്റെ ബേസ് വരുന്നത്. കാരണം ഓൾറെഡി വാല്യൂ അത്രയും കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. സ്ലൈസ് ചെയ്ത് വേണമെങ്കിൽ സ്ലൈസ് ചെയ്ത് ഇനിയും നമുക്ക് വേണമെങ്കിൽ സ്ലൈസ് ചെയ്യാവുന്നതാണ്, നോട്ട് എ പ്രോബ്ലം.
ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ടീ പോട്ട് എടുത്തു, അതിന് മോഡിഫിക്കേഷൻ ഞാൻ ഇതിനകത്ത് 2-3 ഓഫ് ചെയ്തു. അതിന് ശേഷം ഞാൻ വരക്കുവാണെങ്കിൽ ഇനി വരയ്ക്കുന്ന ടീ പോട്ടും ഇതുപോലെ ആയിരിക്കും വരുന്നത്. സോ നമുക്ക് അതിനകത്ത് ഓൺ ആക്കി നമ്മൾ രണ്ടാമത് ഓൺ ആക്കി കൊടുക്കേണ്ട ആവശ്യം വരും. ഓക്കെ അല്ലേ? സോ സ്റ്റാൻഡേർഡ് എക്സ്റ്റൻഡറിൽ ഒബ്ജക്ട്സ് എല്ലാം വരയ്ക്കുക, മോഡിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് അടുത്ത ടാസ്ക് വരുന്നത്. ഇനി അടുത്തതിന്റെ കൂടെ വരുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് 4 ട്രാൻസ്ഫോർമേഷൻ ആണ് ഉള്ളത്. അതായത് ഒന്നാമത്തെയാണ് സെലക്ട് ഒബ്ജക്റ്റ് എന്ന് പറയും, ഷോർട്ട് കട്ട് Q. രണ്ടാമത്തെയാണ് സെലക്ട് ആൻഡ് മൂവ്, W എന്ന് പറയും. പിന്നെ വരുന്ന സെലക്ട് ആൻഡ് റൊട്ടേറ്റ്, E എന്ന് പറയും. പിന്നെ അടുത്ത് വരുന്നതാണ് സെലക്ട് ആൻഡ് യൂണിഫോം സ്കെയിൽ, R എന്ന് പറയും. നമ്മുടെ കീബോർഡിൽ നമുക്ക് കാണാൻ പറ്റും QWER. അതിൽ ആദ്യത്തെ ലെറ്റർ കോട്ടി കീപാഡ് എന്ന് പറയില്ല, അതുപോലെ Q എന്ന് പറഞ്ഞാൽ സെലക്ട് ഒബ്ജക്ട്, W മൂവ്, E റൊട്ടേറ്റ്, R സ്കെയിൽ. ഇതിനകത്ത് നമുക്ക് എക്സാമ്പിൾ ഞാനിപ്പോ ഒരു സ്പിയർ എടുത്തു, ടോപ്പിൽ വരച്ചു. അടുത്ത സ്പിയർ എടുത്തു, വരച്ചു. ഒരിക്കലും നമ്മളിങ്ങനെ സ്പിയർ എടുത്ത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. സോ നമുക്ക് അങ്ങനെ സെലക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ടൂളിലേക്ക് പോകുന്നതാണ്. അതിന്റെ പേരാണ് സെലക്ട് ഒബ്ജക്റ്റ്. അതായത് ഞാനിപ്പോൾ ഒരു സ്പിയർ എടുത്തു, ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഓട്ടോമാറ്റിക്കലി അത് അങ്ങോട്ട് പോയി. അതുപോലെ സ്പിയർ എടുത്തു, ഞാൻ എസ്കേപ്പ് അടിച്ചു, ഓട്ടോമാറ്റിക്കലി അത് സെലക്ട് ഒബ്ജക്റ്റിലേക്ക് പോയി. സോ സെലക്ട് ഒബ്ജക്റ്റിലേക്ക് പോയപ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാനും സെലക്ട് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്തും സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ഷൻ മാത്രമേ സാധിക്കുന്നുള്ളൂ, നമുക്ക് നീക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. നീക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം ഇവിടെ നമുക്ക് വാല്യൂസും കാണുന്നില്ല. സെലക്ട് ചെയ്യുമ്പോൾ നീങ്ങുന്നുണ്ടോ? ഇല്ല. വാല്യൂസ് കടന്ന് ഇങ്ങനെ ഓടിക്കളിക്കുമെങ്കിലും ഒബ്ജക്റ്റിന്റെ പൊസിഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ സെലക്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ മാത്രമേ സാധിക്കുള്ളൂ, നീക്കാൻ സാധിക്കില്ല. സോ നീക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത സെക്ഷനിലോട്ട് പോകണം, പേര് സെലക്ട് ആൻഡ് മൂവ്. ഇതൊന്നും കാണാൻ പറ്റും. നമുക്ക് നേരത്തെ ആക്റ്റീവ് അല്ലാത്ത ആക്ടിവേഷൻ ഇതിനകത്ത് ആക്റ്റീവ് ആയി. നോക്കി, ഇതിനകത്ത് നമുക്ക് ആക്ടിവേറ്റ് ആയിരുന്നോ? അല്ല. മൂഡിൽ എടുത്തപ്പോൾ നമുക്ക് വാല്യൂസും കിട്ടും. ഇവിടുത്തെ ആഡ് XYZ വാല്യൂ കാണാൻ സാധിക്കും. അതായത് ഈ നോഡ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ നോഡ് കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വാല്യൂ കൂട്ടാം. കണ്ട, ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ 0 ആയി മാറും. സോ അതിന്റെ ഏറ്റവും കുറഞ്ഞ വാല്യൂ 0 ആണ്. സോ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം 0 എൻ്റർ ചെയ്യാവുന്നുള്ളൂ, നോട്ട് എ പ്രോബ്ലം. ഇപ്പൊ എല്ലാം 0 കൊടുത്തപ്പോൾ എല്ലാത്തിന്റെ എക്സാക്ട് സെന്റർ പോയിന്റിൽ ഈ സ്പിയർ പ്ലേസ് ആയി കിടക്കുന്നത് കാണാം. മാക്സിമൈസ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഇതൊന്നും വേണ്ട, ഡിലീറ്റ് ചെയ്യാം. ഇത് 3 ഡിലീറ്റ് ചെയ്യാം. സോ നമുക്ക് സെലക്ഷനും സാധ്യമാവും, നീക്കാനും സാധിക്കും. ഇനി കേട്ടോ, ഇത് കറക്റ്റ് സെന്ററിലായി. സോ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നിന് ഈ നോഡിനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഡ്രാഗ് അങ്ങനെ വാല്യൂ കുറച്ച് നീങ്ങണമാണ്. അല്ലെങ്കിൽ മൗസ് പോയിന്റ് വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് നമുക്ക് വാല്യൂസ് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാം. അതല്ലെങ്കിൽ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കാം. 50, 0, -50 കണ്ടോ. അപ്പോൾ അങ്ങോട്ട് പോയത് പ്ലസ് ആണ്, ഇങ്ങോട്ട് പോയത് മൈനസ് ആണ്. 0 എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ്. സോ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട, അങ്ങോട്ട് പോവാം. -x എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോവാം. അത് റൈറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ 0 ആയി മാറി. Y എന്ന് പറഞ്ഞ ആക്സിസ് ഉണ്ടോ, അങ്ങോട്ടാ പച്ച ഇവിടെ കാണുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടോ. പച്ച എന്ന് പറഞ്ഞാൽ Y പ്ലസ് ആണ്, ഇങ്ങോട്ട് പോയത് -y ആണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് 0. Z എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോകും, താഴത്ത് പോയാൽ മൈനസ് ആണ്, 0. സോ ഇതൊരു 3D സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമുക്ക് സിംഗിൾ ആക്സിസ് മാത്രമല്ല 2 ആക്സിസ് ഒരേ സമയത്ത് കൺസ്ട്രെയിൻ ചെയ്യാം. കാരണം ഓട്ടോക്കാഡിൽ നമുക്ക് എക്സും വൈയും, ഒന്ന് എക്സ് അല്ലെങ്കിൽ വൈ. ഇത് 3 ഡയമെൻഷനിൽ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എക്സും നോക്കിയേ 2 ആക്സ് ഉണ്ട്, എക്സും ഇസെറ്റും കിടന്ന് ഡിസ്ക് കളിക്കണുണ്ടോ കണ്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഇവിടെ നോക്കിയേ വൈയും ഇസെറ്റും നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. താഴെ നമുക്ക് 2 വാല്യൂ മാറുന്നതാണ്. ഇവിടെ പിടിച്ച് കഴിഞ്ഞാൽ എക്സും വൈയും ചേഞ്ച് ആവുന്നതാണ്. സോ നമുക്ക് 2 വ്യൂസ് ഒരേ സമയത്ത് നമുക്ക് കൺസ്ട്രെയിൻ ചെയ്യാനായിട്ട് നമുക്ക് 3ds Max നമ്മളെ സഹായിക്കും. മൂവ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് റൊട്ടേറ്റ്. ഞാനത് സ്പിയർ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്താൽ അത്ര ഈസി ആയിരിക്കില്ല. സോ ഐ ജസ്റ്റ് ക്രിയേറ്റിംഗ് ടീ പോട്ട്. മൂഡിൽ എടുക്കുക, ഷോർട്ട് കട്ട് W. എക്സിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തു, വൈനെ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഇസെറ്റിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തു. സോ എൻ്റർ സെൻറ്റർ പോയിന്റ്. നമ്മൾ മോഡിഫൈ പാനൽ ചെന്നാൽ ഇവിടെ റേഡിയസ് ആണ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന്റെ ഏറ്റവും ലോവസ്റ്റ് ലീസ്റ്റ് വാല്യൂ അതാണ് 0. അതിൽ കൂടുതൽ പോകത്തില്ല. അതുകൊണ്ട് ഇൻക്രീസ് ചെയ്യാനും പറ്റും. റൗണ്ട് ഫിഗർ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വാല്യൂ 8 എന്നുള്ളത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ 1 ആണ് പോയത്. കാരണം അതിന്റെ ഏറ്റവും കുറഞ്ഞ വാല്യൂ 0 അല്ല, 1 ആണ്. സോ അതുകൊണ്ടാണ് അതിന് 1 വരുന്നത്. നമുക്ക് ഇൻക്രീസ് ചെയ്യാനും കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഏറ്റവും കുറഞ്ഞ വാല്യൂലേക്ക് പോകണമെങ്കിൽ ഈ നോഡിനെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് റൊട്ടേറ്റ്. റൊട്ടേറ്റ് എടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് വാല്യൂസ് ഉണ്ട്. ഇതിനകത്ത് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറഞ്ഞ കിടപ്പുണ്ടാവും. റെഡ് എന്ന് പറഞ്ഞാൽ എക്സ്, ഗ്രീൻ എന്ന് പറഞ്ഞാൽ വൈ, ഇസെഡ് എന്ന് പറഞ്ഞാൽ ബ്ലൂ. എക്സ് പറഞ്ഞാൽ കാണാൻ പറ്റും റെഡ് കളർ. നമുക്ക് ഇതിന്റെ ഉള്ളിലും കാണാൻ പറ്റും എക്സ് എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് കൊടുത്തത് എക്സ് പ്ലസ് മൈനസ് ആയി, ഇങ്ങോട്ട് പോയപ്പോൾ പ്ലസ് ആയി. ആ താഴെ ഇവിടെ എക്സ് വാല്യൂ നമുക്ക് ഇവിടെ വാല്യൂ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങോട്ട് പോകുന്നതിന് പ്ലസ് എന്നും അങ്ങോട്ട് പോകുന്നത് മൈനസ് എന്ന് പറയും. വൈ ആണെങ്കിലും അതെ, അങ്ങോട്ട് പോകുന്നത് വൈ പ്ലസ്, ഇങ്ങോട്ട് പോയത് മൈനസ്. അതുപോലെ ഇസെഡ് എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്താലും ഇങ്ങനെ അവിടെ കറങ്ങുന്നതാണ് കണ്ട, പ്ലസും മൈനസും. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇസെഡ് എന്ന് പറയുന്ന റൊട്ടേഷൻ കൂടുതലും ഫാൻ കറങ്ങുക അല്ലെങ്കിൽ ഡോർ തുറക്കുക തുടങ്ങിയുള്ളതെല്ലാം ഇസെറ്റിലായിരിക്കും വരുന്നത്. ഒരു സ്വിച്ച് ഓൺ ആക്കുക എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ സൈഡ് വരും, അതെന്തായിരിക്കും ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡിൽ വരാണെങ്കിൽ ഇതും, മറ്റേതാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരും. സോ എക്സും വൈയും സ്വിച്ച് പൊസിഷൻ അനുസരിച്ച് ലെങ്ത്തും വിഡ്ത്തും മാറി വരാം. ഇത് റൊട്ടേഷൻ നമുക്ക് ഇപ്പോൾ ഫ്രണ്ട് വ്യൂ വരാണെങ്കിൽ ഇപ്പോൾ ഞാൻ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇത്. പിന്നെ അത് ഞാൻ വൈ ആക്സിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ഇങ്ങോട്ട് പോയാൽ പ്ലസും വരും, ഇങ്ങോട്ട് പോയാൽ മൈനസ് വരും. സാധാരണ ഓട്ടോക്കാഡിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ നിന്നാണ് 0,
45, 90, 180, 270, 360 വരുന്നത്. 3D മാക്സിൽ നമുക്ക് സെൻട്രലാണ് 0 വരുന്നത്. ഇങ്ങോട്ട് പോകുന്ന 90, 180, 270, 360. മൈനസ് ആണെങ്കിൽ -90, -180, -270, -360. സോ 0യും 360 ഒരേ പോയിന്റ് ആയിരിക്കും. ഓട്ടോക്കാലിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിൽ ഇവിടെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങോട്ട് പോകുന്ന പ്ലസും ഇങ്ങോട്ട് മൈനസും. ഇങ്ങോട്ട് പോകുന്നതിന് ക്ലോക്ക് വൈസ് എന്നും ഇങ്ങോട്ട് വരുന്ന കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നു. CW, CCW അങ്ങനെയാണ് മാക്സിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ കൊടുത്തു. വാല്യൂ കാണാൻ പറ്റി. ഞാൻ 45 കൊടുത്തു. എന്നാൽ പറ്റി 90 കൊടുത്തു, 180 കൊടുത്തു, 270 കൊടുത്തു, 360 കൊടുത്തു. സോ ഞാൻ -90 എന്ന് പറയുന്നതും +270 എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ശരിയല്ലേ? കാരണം ഇവിടെ നിന്ന് നമ്മൾ പോവുകയാണെങ്കിൽ 90, 180, 270. സോ സിമിലർലി -90 എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ലൈക്ക് ദാറ്റ് റൊട്ടേഷൻ അങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് വരുന്നതാണ് സ്കെയിൽ. സ്കെയിൽ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും സെലക്ട് ആൻഡ് യൂണിഫോം സ്കെയിൽ. നമുക്കറിയാം മാക്സ് എന്ന് പറഞ്ഞ അനിമേഷൻ സോഫ്റ്റ്വെയർ ആണ്. സോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചുമ്മാ സ്കെയിൽ ചെയ്യുന്ന അത്ര നല്ലതല്ല. കാരണം അളവ് വെച്ചിട്ട് വേണം നമ്മൾ സ്കെയിൽ ചെയ്യാനായിട്ട്. എക്സ് ആണെങ്കിൽ നമുക്ക് എക്സിൽ സ്കെയിൽ ചെയ്ത് ഇപ്പോൾ ഒരു സോഫ ആണെങ്കിൽ ഇങ്ങനെ എക്സിൽ സ്കെയിൽ ചെയ്ത് ശരിയാവും. അതുപോലെ ഒരു കാർ ആണെങ്കിൽ ശരിയാവില്ല. ഇവിടെയാണ് അണ്ടു എന്ന് പറഞ്ഞ ടൂൾ എടുക്കുക. കൺട്രോൾ ഇസെറ്റ് വൈ കൊടുത്ത് കണ്ട ഇങ്ങനെ ചെയ്ത് നോക്കി നടക്കൂല. ഇസെറ്റിൽ ചെയ്ത് നോക്കി സ്കെയിൽ ചെയ്താൽ അത് പ്രൊപ്പോർഷൻ കിട്ടത്തില്ല. സോ ഒരു യൂണിഫോമിറ്റിയിൽ നമ്മൾ സ്കെയിൽ ചെയ്യണം. അതുകൊണ്ടാണ് അതിനെ യൂണിഫോം സ്കെയിൽ എന്ന് പറയുക. അടുക്ക് പിടിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താണ് യൂണിഫോം സ്കെയിൽ. നമുക്ക് സെൻട്രൽ സ്കെയിൽ ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് എക്സിലും വൈയിലും നമ്മുടെ സ്കെയിലിംഗ് അത്ര യൂസ്ഫുൾ അല്ല. ഇൻ കേസ് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇത് ഞാനൊരു മോഡലാന്ന് വിചാരിച്ചാൽ ഒരു ഡൗൺലോഡ് ചെയ്ത മോഡലാണ്. ഫോർ എക്സാമ്പിൾ ഒരു കാറാന്ന് വിചാരിക്കാം. കാറിന് നമുക്ക് എൻ്റെ ഒരു പേര് കൊടുക്കണം BMW X6. അപ്പോൾ ഞാൻ നെറ്റിൽ അടിക്കണം BMW X6 യൂണിറ്റ് എത്രയാണ്. സോ ഞാൻ ഇതിപ്പോൾ ഇത്തിരി ചെറുതായി പോയി ഡൗൺലോഡ് ചെയ്ത മെഷീൻ. അപ്പോൾ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്യുകയാണ് BMW X6ന്റെ ഡയമെൻഷൻ സെന്റിമീറ്റർ. അപ്പോൾ അതിനകത്ത് പറയാണ് 157 സെന്റിമീറ്റർ എക്സാമ്പിൾ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാൻ പറ്റും ഇതിനകത്ത് അളവില്ല. സോ ഞാൻ അതിനെ കസ്റ്റമൈസ് ചെയ്യുന്ന യൂണിറ്റിൽ കാണാൻ പറ്റും. അത് മെട്രിക്കിൽ ഞാൻ സെന്റിമീറ്റർ ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനൊരു ബോക്സ് എടുത്തു. ആ ബോക്സ് ഞാൻ ചുമ്മാ വരച്ചു. അതിന്റെ ഹൈറ്റ് ആണ് 157 സെന്റിമീറ്റർ. അപ്പോൾ കാണാൻ പറ്റും 157 സെന്റിമീറ്റർ. X0, Y0, Z0. സോ സെൻട്രലൈസ് ചെയ്തു. ഇതാണ് ആക്ച്വൽ വേൾഡ് സൈസ് ഇൻ BMW അളവ് അല്ലെ. സോ ഇത് സെലക്ട് ചെയ്യുക, സ്കെയിൽ ടൂൾ എടുക്കുക, സൈഡ് വ്യൂവിൽ വന്നതിന് ശേഷം അതിനെ സെൻട്രൽ സ്കെയിൽ ഉപയോഗിച്ച് അതിന്റെ ടോപ്പ് പോർഷൻ ഞാൻ ഇങ്ങനെ മുട്ടിച്ചു വെച്ചു. സോ നമുക്കറിയാൻ പറ്റും ആ കാറിന്റെ അളവിലേക്ക് യൂണിഫോമിറ്റിയിൽ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ആയിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു BMW ആസ്പെക്ട് റേഷ്യോ, കാരണം ലെങ്ത് എടുത്ത് സെയിം ആയിരിക്കുമല്ലോ, ഹൈറ്റ് മാച്ച് ചെയ്താൽ മതി. സോ ഒറിജിനൽ ഒരു BMW മെഷർമെന്റിലേക്ക് നമ്മൾ സ്കെയിൽ ചെയ്ത് മാച്ച് ചെയ്യുന്നത്. ഓക്കെ ആണോ? സോ ഇതാണ് നമ്മൾ യൂണിറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇതാണ് എൻ്റെ ഒരു സോഫ എന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ ഓട്ടോകാഡിൽ പ്ലാൻ കാണിച്ചിരിക്കുകയാണ്. ഇത് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ സോഫ എന്ന് വിചാരിക്കുക. സോ ഈ പൊസിഷനിലോട്ടാണ് നമ്മൾ സോഫ വെക്കണമെങ്കിൽ മോട്ടറെടുത്ത് നമ്മൾ എന്ത് ചെയ്യും, കൃത്യം അവിടെ കൊണ്ടുപോയി വെക്കും. വെച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചിലപ്പോൾ അതിന്റെ ലെങ്ത്തും വിഡ്ത്തിലും ചെറിയ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും. സോ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് കൃത്യം സെന്ററിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ സെൻട്രൽ സ്കെയിൽ ചെയ്യുള്ളൂ. കാരണം സോഫ സ്കെയിൽ ചെയ്യുമ്പോൾ കണ്ട ഇപ്പൊ എന്ത് ചെയ്യാം, മോട്ടറിൽ എടുത്തിട്ട് നമ്മൾ അപ്പുറം ഇപ്പുറം സെറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ വിഡ്ത്തിൽ മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ലെങ്ത്തിൽ മാച്ച് ചെയ്യുക. ഒരിക്കലും നമ്മൾ സ്കെയിൽ ചെയ്ത് സോഫനെ പിടിച്ച് ഇങ്ങനെ സ്കെയിൽ ചെയ്ത് വെക്കരുത്. അത് നമുക്ക് അളവിൽ മാറിപ്പോകും. ആ ഷേപ്പും കോംപ്ലിക്കേഷൻ വരും. അതായത് ചെറിയ മൈന്യൂട്ട് വാല്യൂസിൽ വേണേൽ മാച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരിക്കലും ഇറഗുലർ ആയിട്ട് ഷേപ്പ് സ്കെയിൽ ചെയ്യാൻ പാടുള്ളതല്ല. സ്കെയിൽ ശരിക്കും 3 ടൈപ്പ് ഉണ്ട്. സ്കെയിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ കാണാൻ പറ്റും. 3 തരം സ്കെയിൽ ഉണ്ട്. യൂണിഫോം സ്കെയിൽ, നോൺ യൂണിഫോം സ്കെയിൽ, സെലക്ട് ആൻഡ് സ്ക്വാഷ്. ആക്ച്വലി രണ്ടാമത്തെ സ്കെയിൽ നമുക്ക് നോൺ യൂണിഫോം ആണ്. നമ്മൾ ഒരിക്കലും സ്കെയിൽ യൂസ് ചെയ്യാൻ പാടുള്ളത് അനിമേഷനിൽ ഉപയോഗിക്കുന്നതാണ്. കാരണം മാക്സ് അനിമേഷൻ യൂസ് സോഫ്റ്റ്വെയർ ആണ്. ലാസ്റ്റ് വരുന്നതാണ് സെലക്ട് ആൻഡ് സ്ക്വാഷ്. ശരിക്കും നമുക്കൊരു ജെല്ലി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ്സ് ജനറേറ്റ് ചെയ്യാനാണ് സെലക്ട് ആൻഡ് സ്ക്വാഷ് ഉപയോഗിക്കുക. കണ്ടോ കണ്ടോ ഈ ഒരു അനിമേഷൻ കിട്ടാനാണ്, നമ്മൾ ജെല്ലി ആയിട്ടുള്ള അനിമേഷൻ കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് ഒരു ബോൾ പിടിച്ച് നമുക്കൊരു ബോൾ ടോപ്പ് പോർഷനിൽ നിന്ന് ഇങ്ങനെ ഒരു ടേബിൾ മേലെ താഴത്തോട്ട് വീണാൽ മെറ്റൽ ആണെങ്കിൽ അത് താഴത്തോട്ട് വീഴുള്ളൂ. പക്ഷെ അത് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ രീതിയിൽ ഹൈറ്റ് ഇങ്ങനെ പൊങ്ങി 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 പോകും അല്ലെ, ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ ക്രിയേറ്റ് ആവും. പക്ഷേ സ്ക്വാഷ് അനിമേഷൻ എന്ന് പറയുന്നത് ഒരു ജെല്ലി ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ അതുപോലുള്ള ഒബ്ജക്ട് താഴത്തോട്ട് വിടുവാണെങ്കിൽ കിട്ടുന്ന അനിമേഷൻ ജനറേറ്റ് ചെയ്യാൻ അനിമേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള മാക്സിൽ യൂസ് ചെയ്യുന്നതാണ് ഇത്. സിവിൽ ശരിക്കും യൂണിഫോം സ്കെയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് റയറസ്റ്റ് ആണ്. ചുമ്മാ കയറി എല്ലാത്തിലും സ്കെയിൽ ചെയ്യുന്നത് പ്രൊപ്പോർഷൻ ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? ഇതിനകത്ത് ലാസ്റ്റ് ചെറിയൊരു ടോപ്പിക് കൂടി പറഞ്ഞിട്ട് ആ ടോപ്പിക് അവസാനിപ്പിക്കുകയാണ്. അത് നമുക്ക് സാധാരണ സെലക്ട് ഒബ്ജക്റ്റ് എടുത്താൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. മോഡിൽ എടുത്താൽ നമുക്ക് കാണുന്ന ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള ഈ ഐക്കൺ, ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോം ജിസ്മോ എന്ന് പറയും. നമുക്ക് വ്യൂ മെനുവിൽ കാണാൻ പറ്റും ട്രാൻസ്ഫോം ജിസ്മോ. കണ്ടോ, ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം പോയി. പകരം വ്യൂ എടുത്ത് തിരിച്ചെടുത്താലാണ് ട്രാൻസ്ഫോം ജിസ്മോ എന്ന് കാണാൻ പറ്റുക. പിന്നെ വേറൊരു പേരാണ് പിവോട്ട് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു പ്ലെയിൻ വരച്ചതിന് ശേഷം ഒരു സ്പിയർ വരച്ചു കഴിഞ്ഞാൽ സ്പിയറിന്റെ ബാക്കി പകുതി താഴെയാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഓർബിറ്റ് ഉപയോഗിച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ കാണാൻ പറ്റും. കണ്ടോ, കാരണം ഇപ്പൊ നമ്മുടെ പിവോട്ട് കിടക്കുന്നത് ഈ ഒബ്ജക്റ്റിന്റെ മുകളിലെടുത്ത് കാണാൻ പറ്റും.
സെൻട്രലാണ് ഇതിന്റെ പിവോട്ട് ഇരിക്കുന്നത്, അഥവാ ഈ ട്രാൻസ്ഫോർ ഇരിക്കുന്നത്. പിന്നെ കാണാൻ പറ്റും ബേസ് ടു പിവോട്ട്. ഈ ടോപ്പിക് കൊടുക്കുവാണെങ്കിൽ ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഈ പിവോട്ടിനെ ബേസിലോട്ട് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ? സോ ഇത് ഓൺ ആക്കിയപ്പോൾ ഇതിന്റെ സെന്റർ ഓഫ് പിവോട്ട് ബേസിലോട്ട് സ്വിച്ച് ചെയ്തു. അതിന്റെ ടേം അവിടെ കിടന്ന് വരുന്നുണ്ട് പിവോട്ട്. സോ ട്രാൻസ്ഫോർ പിവോട്ട് വിളിക്കുന്നതും സെയിം ആണ്. പിവോട്ട് വീട്ടിൽ വിളിക്കുന്ന പേരാണ്, ട്രാൻസ്ഫോർ അതിന്റെ റിയൽ നെയിം ആണ്. സോ ബേസിക്കലി ബോത്ത് സെയിം. ചില സമയത്ത് ഈ സാധനം എടുക്കുമ്പോൾ തീരെ ചെറുതായിട്ട് വരാം. അതിപ്പോൾ റൊട്ടേഷൻ ആണെങ്കിലും സ്കെയിൽ ആണെങ്കിലും ഇതിന്റെ ഐക്കൺ സൈസ് ചിലപ്പോൾ ചെറുതായിരിക്കാം. അത് നമ്മുടെ കീബോർഡിൽ നമ്മുടെ ഡിജിറ്റ്സ് വരുമ്പോൾ ബാക്ക് സ്പേസിനെ ചുറ്റിനുള്ള സീറോനും ബാക്ക് സ്പേസിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് പ്ലസും മൈനസ് കിടപ്പുണ്ട്. പ്ലസ് കൊടുത്താൽ വലുതാവും, മൈനസ് കൊടുത്താൽ ചെറുതാവുകയും ചെയ്യുന്നതാണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഇന്നത്തെ ടോപ്പിക്ക്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.